എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾ cap.mgu.ac.in/ugcap2024/ എന്നുള്ള ഈ ഒരു പേജ് വഴി വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ഈ ഒരു ഫസ്റ്റ് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ നേരത്തെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും ജൂലൈ 8-ന് വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് ആയിട്ട് പ്രവേശനം നേടിയിട്ടുള്ള അതായത് പ്രവേശനത്തിൽ തുടരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും ജൂലൈ 8-ാം തീയതി വൈകിട്ട് 4-ന് മുമ്പായിട്ട് കോളേജിൽ സ്ഥിര പ്രവേശനം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. താൽക്കാലിക പ്രവേശനത്തിൽ ഇനി തുടരാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും അതിനുശേഷം അഡ്മിഷൻ നേടിയതിൻ്റെ തെളിവായിട്ടുള്ള കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും അവസരമുണ്ട്. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഉൾപ്പെടാത്തവരും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളും ഇതുവരെ അപേക്ഷിക്കാത്തവരും ഉൾപ്പെടെയുള്ളവർക്ക് ജൂലൈ 9-10 തീയതികളിലുള്ള SC/ST രണ്ടാം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷനോടൊപ്പം പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ മാൻഡേറ്ററി ഫീസായിട്ടുള്ള 50 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അലോട്ട്മെൻറ്റ് മെമ്മോയും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ 8-ാം തീയതി വൈകിട്ട് 4-ന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ജൂലൈ 8-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അഡ്മിഷന് പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതായത് കേരളത്തിലെ ഹൈസ്കൂൾ അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുപോലെ THSC CBSE CISE എന്നിവ ഒഴികെ പഠിച്ചവർക്കാണ് ഈ ഒരു അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കേരളത്തിന് പുറത്ത് +2 പഠിച്ചവർക്കാണ്. അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇനി അതർ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബോണസ് പോയിൻറ്റോ വൈറ്റേജോ മറ്റോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ വല്ല ഡോക്യുമെൻറ്റുകളും നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ ടൈമിൽ വല്ല ഫീസും അടയ്ക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോളേജിൽ കറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഫീസ് കൂടി അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണുള്ളത്, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 8-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് പോകുന്നതായിരിക്കും. SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രണ്ടാം ഘട്ടം അതായത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലെ രജിസ്ട്രേഷൻ 9-10 തീയതികളിലായിട്ട് നടക്കുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന അതുപോലെ അപേക്ഷിച്ചും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് അതായത് SC/ST അല്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.